ഹായ് ഓൾ. ഇപ്പോൾ നല്ല നെയ്മത്തി കിട്ടുന്ന സമയമാണല്ലേ. മത്തിയോടുകൂടി തന്നെ കിട്ടുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാധനമാണ് മത്തിമുട്ട. പരിഞ്ഞിൽ, നമ്മളിവിടെ പരിഞ്ഞിൽ എന്നാണ് പറയുക. മത്തിമുട്ട വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കും, അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കും. തോരൻ ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, കുഞ്ഞുള്ളി, കറിവേപ്പില, ഒരു പച്ചമുളക്. മസാല വളരെ കുറച്ച് മതി. മത്തിയേക്കാളും കൂടുതൽ മസാല ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സിയിലൊന്നും ഗ്രൈൻഡ് ചെയ്യരുത്, കാരണം തേങ്ങയുടെ ആ ഒരു ക്രഞ്ചിനെസ് ഉണ്ടല്ലോ, അത് പോകരുത്. അപ്പം ഈ കറിവേപ്പിലയും പച്ചമുളകും കുഞ്ഞുള്ളിയും തേങ്ങയും നന്നായിട്ട് നമ്മൾ കൈവച്ച് തന്നെ നേരടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മത്തിമുട്ട ഇട്ട് കൊടുക്കുക. മത്തിമുട്ട ഇട്ടതിന് ശേഷം കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഞെരിഞ്ഞി മുട്ട പൊട്ടിയിട്ട് കുളമായി പോകരുത്. ജസ്റ്റ് കൈ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക, അത്ര മതി. ഒരുപാട് ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങ് പോവും. അതിന് ശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം വെച്ച് മൂടി വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് മതി. അതിനുള്ളിൽ സാധനം സെറ്റാവും. അടച്ച് വയ്ക്കുക, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ച്, അപ്പം അതിൽ നിന്ന് തന്നെ ഒരു വെള്ളമൊക്കെ വന്നിട്ട് അതൊന്ന് കുക്കായിട്ട് ഡ്രൈ ആവും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലത്. അധികം എരിവൊന്നും ഞാൻ ചേർത്തിട്ടില്ല, കുഞ്ഞുള്ളതുകൊണ്ട്. പക്ഷെ ഭയങ്കര എന്താ പറയുക, മത്തിമുട്ട ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും മത്തിമുട്ട തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, അടിപൊളിയാണ്.